ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വണ്ടി എടുക്ക പരമേശ്വര, ഞാനും കൂടി പോയിട്ട് സുകുമാരി വരണോന്നില്ല. വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം. നിങ്ങളെ മാത്രമായിട്ട് എന്റെ കൊച്ചിനെ കൊണ്ട് പോകാനോ? ഞാനും വരുന്നുണ്ട്. വണ്ടി വിട്. അവനവൻ കുഴിച്ച കുടിയില് അവനവൻ തന്നെ ചാടുകയെന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവിച്ചത്. എന്താ? പരമേശ്വരട്ടം വന്നൊന്ന് നോക്കി. ആ പുറത്തേക്കുള്ള പടിയില് മുഴുവൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കുവാ. സംശയമൊന്നും വേണ്ട, അതാ സുകുമാരിയമ്മയുടെ പണി തന്നെയാ. എന്തിന്? ഞാനും രാധികയും അമ്മയും കൂടി അവിടെ അടുക്കളയുടെ പുറത്ത് നിൽക്കുമായിരുന്നു. അത് ഞങ്ങളിൽ ഒരാളെ ലക്ഷ്യം വെച്ച് ചെയ്തതാന്ന് ഒരു സംശയവും വേണ്ട. എന്തൊരു നാശം പിടിച്ച സ്ത്രീയാ ഇത്. ഇനി കൊണ്ടുപോയവർക്ക് എന്തെങ്കിലും പറ്റിയ അത് മതി ഇവർക്ക് ആഘോഷിക്കാൻ. ഞാനും അത് തന്നെയാ പറയുന്നേ. വയറിടിച്ച് വീണു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ പേടിയാവുന്നു. ഒന്നുമില്ലാതിരുന്ന മതിയായിരുന്നു. അയ്യോ എനിക്ക് പറ്റുന്നില്ല. അയ്യോ വേണ്ട, ഒന്ന് വേഗം പോ. എടി, നമ്മളിപ്പൊ ഹോസ്പിറ്റലിൽ എത്തും. ഇപ്പൊ തന്നെ എത്തും. അയ്യോ എത്ര വേഗം പോ. അയ്യോ അയ്യോ അമ്മേ. താനിങ്ങനെ കാഴ്ചയും കണ്ടു വണ്ടി ഓടിക്കാതെ ഒന്ന് വേഗം പോടോ. ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് പോയാ മതി. എവിടെ? ഏത് ഹോസ്പിറ്റല്? അവിടെയൊന്നും എന്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല. വലിയ ഹോസ്പിറ്റലാ, ഒരുപാട് ഡോക്ടർമാരും ഉള്ളതാ. എവിടെയായാലും പറ്റില്ല. എവിടെയെങ്കിലും കൊണ്ടുപോ. മോളെ ഇതിനു മുമ്പ് ചികിത്സിച്ച ഒരു ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് പോയാ മതി. അയ്യോ എനിക്ക് വേദനിക്കുന്നു. അതൊരുപാട് ദൂരല്ലേ മുത്തശ്ശി? അതുവരെ ഇവളി വേദന സഹിച്ചു കിടക്കോ? അവൾ അത് സഹിച്ചോളും. അവിടെ തന്നെ ചികിത്സിച്ചാ മതി. മുത്തശ്ശി കരയാതെ എന്റെ മോളെ. മോളെ വേഗം കൊണ്ടുപോകും. എന്റെ കൊച്ചെ ഒന്ന് അടങ്ങി കിടക്കടി. മോരി മനസ്സിലാവാതെ കിടന്ന് കൂവ. ഈ പോക്ക് പോയാ ആ ഹോസ്പിറ്റൽ വരെ എത്തില്ല. സുകുമാരി, നമുക്ക് എന്തായാലും ഇവിടെ കയറാം. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. അയ്യോ, പ്രിയയുടെ കാര്യത്തിൽ മുത്തശ്ശിക്ക് ഉത്തരവാദിത്തമുള്ള പോലെ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്. പിന്നെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ പോയാ മതി. എന്നാലേ നീ നിന്റെ മുത്തശ്ശി കൂടെ അങ്ങ് പോയിക്കോ. ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ എനിക്കും എന്റെ മോൾക്കും താല്പര്യമില്ല.